കേരളത്തിലെ വിദ്യാർത്ഥികളെ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ടൂറിന് പോയിരിക്കുകയാണ്. ടെററിസ്റ്റുകളോടൊപ്പം സമരം ചെയ്യാൻ പോകുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശക്തമായ പ്രതിഷേധാർഹമാണ്. ഇതിൻ്റെ 4-1 ഇവിടുത്തെ തീവ്രവാദികൾക്ക് വേണ്ടി ഇവർ പിടിക്കാനോ PSC ഉദ്യോഗാർത്ഥികളെ ക്രമക്കേട് നടത്തിയവരെ ആക്രമിക്കാനോ കാണിച്ചിട്ടില്ല. ഇനി എന്തൊക്കെ ഇവർ കാണിച്ചാലും ഞങ്ങൾ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമസ്കാരം. VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ക്ലിഫ് ഹൗസിലേക്ക് ആദ്യമായിട്ടൊരു മാർച്ച് നടക്കുകയാണ്. അതായത് യുവമോർച്ചയുടെ മാർച്ച് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് CJPക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി നിലവിലിപ്പോൾ യുവമോർച്ച രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം KPCCയിലേക്ക് BJP സംസ്ഥാന നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരുന്നു. നിലവിലിപ്പോൾ സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് ആളിക്കത്തി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാർച്ച് നിലവിലിപ്പോൾ നടക്കുന്നത്. ആദ്യ റൗണ്ട് ജലപീരങ്കി നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ തീരുമാനം. വലിയ പ്രതിഷേധം തന്നെയാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി എടുത്ത നിലപാടാണ് നിലവിലിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. അതായത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP-ST റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അടക്കം നിലവിലിപ്പോൾ സമരം നടത്തുകയാണ്. ഇന്ന് 15 ദിവസം പിന്നിടുകയാണ്. അതേസമയം തന്നെയാണ് ഡൽഹിയിൽ ഈ കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി എത്തുന്നതും. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ മനുപ്രസാദ്. മുഖ്യമന്ത്രിയുടെ നിലപാട് വലിയ ചർച്ചയാവുകയാണല്ലോ. അല്ല, ഇത് സ്വാഭാവികമായും കേരളത്തിലെ വിദ്യാർത്ഥികളെ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ടൂറിന് പോയിരിക്കുകയാണ്. ടെററിസ്റ്റുകളോടൊപ്പം സമരം ചെയ്യാൻ പോകുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശക്തമായ പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ഇന്നിവിടെ വന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വന്നത് കേരളത്തിലെ PSC വിദ്യാർത്ഥികൾ തെരുവിലറിയുമ്പോൾ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആ പ്രതിഷേധം നടക്കുന്നത് പോലീസ് വളരെ കിരാതമായ രീതിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ഇതിൻ്റെ 4-1 ഇവിടുത്തെ തീവ്രവാദികൾക്ക് വേണ്ടി ഇവർ പിടിക്കാനോ PSC ഉദ്യോഗാർത്ഥികളെ ക്രമക്കേട് നടത്തിയവരെ ആക്രമിക്കാനോ കാണിച്ചിട്ടില്ല. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇനി എന്തൊക്കെ ഇവർ കാണിച്ചാലും ഞങ്ങൾ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരി, എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനടക്കം നിലവിൽ ഇപ്പോൾ കുളിച്ചിരിക്കുകയാണ്. എന്തായാലും യുവമോർച്ചയുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. VD സതീശൻ കോക്രോച്ചിന് അനുകൂലമായി എടുത്ത നിലപാടിന് എതിരെയാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ജലപീരങ്കിയാണ് നിലവിലിപ്പോൾ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇപ്പോൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. CJP സമരത്തിന് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ പിന്തുണയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യുവമോർച്ച ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് വലിയ മാർച്ച് നടത്തിയിരിക്കുന്നു. നിരവധി തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിന് പിന്നാലെ ഒന്നും തന്നെ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകുവാൻ തയ്യാറായില്ല. ബാരിക്കേഡ് മറികടക്കാൻ വരെ ശ്രമം നടത്തി. എന്നാൽ പോലീസ് നിരന്തരം ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പ്രവർത്തകർ പിൻവാങ്ങുകയായിരുന്നു. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.